ആ പുലിപ്പല്ല് മാലയാക്കിയതിൽ റാപ്പർ വേടൻ വനം വകുപ്പ് നിരീക്ഷണത്തിൽ ആയിരുന്നു. വേടനെതിരെ വനം വകുപ്പിന്റെ കൺട്രോൾ റൂമിൽ നേരത്തെ പരാതി കിട്ടിയിരുന്നു. വേടന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ സഹിതമാണ് പുലിപ്പല്ല് മാലയിൽ പരാതി കിട്ടിയത്. വേടനെ കഞ്ചാവ് കേസിൽ പോലീസ് പൊക്കിയതോടെ വനം ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു. ബിനിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. കിട്ടിയ രഹസ്യ സന്ദേശത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിവരത്തിന്റെയോ അടിസ്ഥാനത്തിലാണോ, അതോ ഈ ദൃശ്യങ്ങളിൽ നിന്നും നേരിട്ട് കണ്ടതിൽ നിന്നും ഒക്കെ ഇത് തിരിച്ചറിയുകയായിരുന്നോ വനം വകുപ്പ്? എന്താണ് വിശദാംശങ്ങൾ ബിനിൽ? ഗുഡ് മോർണിംഗ് മോത്തി. ഈ വേടന്റെ കാര്യത്തിൽ ആകെ ടെസ്റ്റോട് ടെസ്റ്റാണ്. ഇന്നലെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നു, പിന്നീട് അറസ്റ്റിൽ ആകുകയും ഇനി റിമാൻഡിലേക്ക് പോകാൻ പോകുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനം വകുപ്പെടുത്ത കേസിലാണ്. ഇക്കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. കാരണം നേരത്തെ എല്ലാവരും കരുതിയിരുന്നത് പോലീസ് ഇയാളെ ദേഹപരിശോധന നടത്തിയ സമയത്ത് ഈ പുലിപ്പല്ല് കാണുന്നു, അങ്ങനെ വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് ആദ്യം കിട്ടിയിരുന്ന വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത അതായിരുന്നില്ല. വനം വകുപ്പിന് മുൻപേ തന്നെ വനം വകുപ്പിൻ്റെ കൺട്രോൾ റൂമിൽ ഇയാൾക്കെതിരെ ഒരു പരാതി കിട്ടിയിരുന്നു. ഇയാളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കഴുത്തിൽ ഈ മാലയൊക്കെ ഇട്ടാണ് ഇയാൾ ഡാൻസൊക്കെ ചെയ്യുന്നത്. ആ വീഡിയോ സഹിതം ഒരു പരാതി കിട്ടി. ഇയാളുടെ കഴുത്തിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് പരിശോധിക്കണമെന്നതായിരുന്നു ആ പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഈ വേടനെ നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഓടിപ്പോയി പിടിക്കുക അതത്ര സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇത് യഥാർത്ഥ പുലിപ്പല്ലല്ല എങ്കിൽ ഇത് വലിയൊരു കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് ആ സമയത്താണ് കൃത്യമായും ഇയാൾ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നത്. ആ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ കൊച്ചിയിലെ ഫ്ലൈയിങ് സ്ക്വാഡ് വിഭാഗം നേരെ ആ ഫ്ലാറ്റിലേക്ക് എത്തി ഈ പുലിപ്പല്ലാണോ എന്നത് പരിശോധിക്കുകയായിരുന്നു. അത് ചോദിച്ചപ്പോൾ തന്നെ വേടൻ സമ്മതിച്ചു, എനിക്ക് പുലിയുടെ പല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരാധകൻ കൈമാറിയതാണ് എന്ന് പറഞ്ഞു. അവർ അത് പരിശോധിച്ചപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ കേസിലേക്ക് വരികയും വേടൻ കൂടുതൽ കുഴപ്പത്തിലാകുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 3 വർഷം കഠിന തടവ് കിട്ടാവുന്ന കുറ്റമാണ് ഇപ്പോൾ വേടനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഇനി ആ പുലിപ്പല്ല് ആര് നൽകിയെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചെന്നൈയിൽ വെച്ച ഒരു അവാർഡ് ചടങ്ങിനിടയിലാണ് ഈ പുലിപ്പല്ല് കിട്ടിയതെന്നതാണ് വേടൻ പറയുന്നത്. 1 വർഷം മുൻപാണ് കിട്ടിയത്. ആ പുലിപ്പല്ല് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ ഒരു സ്വർണ്ണാഭരണശാലയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇത് ലോക്കറ്റാക്കി കഴുത്തിലിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ആരാണ് നൽകിയെന്ന് ചോദിച്ചാൽ ഒരു തമിഴ്നാട് സ്വദേശിയാണ്. ആളാരാണ് എന്നത് വേടൻ ഈ വനം വകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെ കൂടി പിടികൂടാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് വനം വകുപ്പ് ഇനി പോകാൻ പോകുന്നത്. മോത്തി.